ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. വേറെ ഇടുന്നല്ല, നമ്മളെ യാത്ര കണ്ണൂർ ടു ട്രിവാൻഡ്രം, ട്രിവാൻഡ്രം ടു ദുബായ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വീഡിയോ ആണിത്. തിരിച്ചു വന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നാട്ടിൽ നിന്നൊരു കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ആദ്യം ടിക്കറ്റ് എടുക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു, കണക്ഷൻ ഫ്ലൈറ്റ് അല്ലാണ്ട് കണ്ണൂർ ടു ദുബായ് ഒക്കെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കാൻ തീരുമാനിച്ചത്. രാവിലെ 8 മണിക്ക് കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റ്, അത് 9 മണിയാകുമ്പോൾ ട്രിവാൻഡ്രത്ത് എത്തും. പിന്നെ വൈകുന്നേരം 4 മണിക്കോ അങ്ങനെയായിട്ടായിരുന്നു നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഫ്ലൈറ്റ്. പക്ഷേ അത് പിന്നെ വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, 4 മണി എന്നുള്ളത് 5 മണിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറും കൂടി അധികം എയർപോർട്ടിൽ ഇരിക്കേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ കണ്ണൂരിൽ നിന്ന് കൃത്യസമയം തന്നെ 8 മണിക്ക് തന്നെ ഫ്ലൈറ്റ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4:30-5 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല. പിന്നെ വെറുതെ ഫ്ലൈറ്റ് കയറിയപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു ട്രാവൽ വ്ളോഗ് ആയിക്കോട്ടെ, ആദ്യമായിട്ട് ട്രിവാൻഡ്രം എയർപോർട്ടിൽ പോകുന്നതല്ലേ, അതും കൂടി ഒന്ന് റെക്കോർഡ് ചെയ്യാന്നുള്ള ഒരു ഇതിൽ ഞാനത് റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം കണ്ണൂർ എയർപോർട്ടൊക്കെ നമ്മൾ കുറേ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, നാട്ടിൽ നിന്ന് കണ്ണൂർ വരുന്നതും അതൊക്കെ ചോദിച്ചിട്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കിയതായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിലെത്തിയപ്പോഴാണ് എന്നാൽ പിന്നെ ട്രിവാൻഡ്രം പുതിയൊരു എയർപോർട്ട് കാര്യങ്ങളൊക്കെ ഇതാക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് പൈങ്കിളിക്കൊക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ ഒന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ടനും പൈങ്കിളിയൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. അങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മളെ പ്ലാൻ ഇങ്ങനെയായിരുന്നു. നമ്മളെ ലഗേജൊക്കെ എയർപോർട്ടിൽ അവർ എന്തായിട്ട് ഫ്ലൈറ്റിലേക്ക് വാങ്ങിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഹാൻഡ് ബാഗെല്ലാം ഉണ്ടാവും. ഹാൻഡ് ബാഗും ഏതെങ്കിലും ക്ലോക്ക് റൂമിലൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ ട്രിവാൻഡ്രമൊക്കെ അടുത്തുള്ള സ്ഥലമൊക്കെ ഒന്ന് കറങ്ങാം, എയർപോർട്ടിൻ്റെ അടുത്ത് ഏതൊക്കെയാണ് പ്ലേസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ എന്തോ ട്രാവൽകൂർ മാള്, പിന്നെ നമുക്ക് വേണ്ടിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രം അടുത്താണ്, ശംഖുമുഖം, അങ്ങനെയൊക്കെ പോകാമെന്നൊക്കെയുള്ള പ്ലാനായിരുന്നു ടിക്കറ്റ് എടുക്കുമ്പോൾ. ഇവിടുന്ന് ബുക്ക് ചെയ്യുമ്പം അങ്ങനെയൊക്കെ വിചാരിച്ചു. കാരണം കുറേ സമയമുണ്ടല്ലോ. പിന്നെ ഡൊമസ്റ്റിക്കാണ്, വല്ല ഇൻ്റർനാഷണലൊക്കെ ആണെങ്കിലല്ലേ വിസേൻ്റെ ഒക്കെ പ്രശ്നം വരുന്നുള്ളൂ. അപ്പോൾ ട്രിവാൻഡ്രം നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി ഒക്കെ കാണാം എന്നുള്ളൊക്കെ പ്ലാനിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തതും കൂടി. അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. മനസ്സിലാകാതെന്നല്ല, പിന്നെ നമുക്ക് ടെർമിനൽ 1 പിന്നെ കണ്ണൂർ ടു ട്രിവാൻഡ്രം ഫ്ലൈറ്റ്. പക്ഷേ നമുക്ക് തിരിച്ച് ട്രിവാൻഡ്രം ടു ദുബായ് ഫ്ലൈറ്റ് ടെർമിനൽ 2 പക്ഷേ അത് ഇത്രയും ദൂരമാണെന്നോ ഇങ്ങനെ ഇവിടുന്ന് വണ്ടി പിടിച്ച് പോകേണ്ടി വരുന്നൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഏകദേശം വരുന്നതിൻ്റെ 2 ദിവസം മുമ്പെയാണ്. പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ അങ്ങനെ തന്നെ വരാം എന്നുള്ളത്. അപ്പോൾ ഇവർ നമ്മളോട് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ചെക്കിങ് ചെയ്യുന്ന സമയം പറഞ്ഞത്, ഞങ്ങളെ ലഗേജൊക്കെ അവർ തന്നെ ട്രാൻസ്ഫർ ചെയ്തോളും, നിങ്ങൾക്ക് ഞാൻ ലഗേജ് ദുബായിലേക്ക് ഇട്ടോളും, അപ്പോൾ ഹാൻഡ് ബാഗ് നിങ്ങൾ നോക്കണ്ടു എന്നൊക്കെയാണ്. അപ്പോൾ ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇവിടെ എന്താ പറയുക ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ഇവിടെ വന്നിറങ്ങിയത്. പക്ഷേ ഇവിടെ എത്തുമ്പോഴാണ് എയർ ഇന്ത്യൻ്റെ സ്റ്റാഫ് വന്നിട്ട് നമ്മളോട് പറയുന്നത്, ഇല്ല നിങ്ങൾ കളക്ട് ചെയ്യണം, നിങ്ങളെ ലഗേജ് ഇവിടെ ഇതിൽ ബെൽറ്റിൽ വരുന്നുണ്ട്, അപ്പോൾ പോയിട്ട് കളക്ട് ചെയ്യണമെന്ന്. അപ്പം നമ്മൾ മാത്രമല്ല കുറേ ഇൻ്റർനാഷണൽ യാത്രക്കാരും കൂടി ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ. അപ്പോൾ എല്ലാവരും കൂടി കുറച്ചൊരു ഒച്ചയും ബഹളമൊക്കെ അവിടെ ഉണ്ടാക്കി. കാരണം കുറേ പേര് അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് ലഗേജ് നോക്കാണ്ടാണ് പോകുന്നുണ്ടായത്. ആ സ്റ്റാഫ് കണ്ടതുകൊണ്ടും പറഞ്ഞതുകൊണ്ടും മാത്രമാണ് പലരും ഒന്ന് ചെക്ക് ചെയ്തത്. അല്ലെങ്കിൽ നമ്മളെല്ലാം ഇതേപോലെ ഫ്ലൈറ്റ് കയറി വന്ന് ദുബായിൽ എത്തുമ്പോഴേക്കും ലഗേജിന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെ ലഗേജ് മിസ്സായില്ലേ, അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഫ്ലൈറ്റിന് വന്ന നമ്മളെപ്പോലത്താക്ക് ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ് ഇതാരാ നമ്മളെ ചീറ്റ് ചെയ്തതെന്നുള്ളത്. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് അറിയാഞ്ഞിട്ടാണോ അവരങ്ങനെ പറഞ്ഞതെന്നറിയില്ല. കാരണം ഇവർ പറയുന്നത് ഇവിടെ അങ്ങനെയല്ല, ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടേ നിങ്ങൾ പോകാവുന്നു. പക്ഷെ നമ്മളോട് അവർ പറഞ്ഞത് അങ്ങനെയല്ല, നിങ്ങൾ കളക്ട് ചെയ്യേണ്ട, അവിടുന്ന് നേരെ ദുബായിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി. അതിന് വേണ്ടുന്ന പേപ്പേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് അവർ വിട്ടത്, അതിൻ്റെ സ്റ്റാമ്പൊക്കെ അവർ സീൽ ചെയ്തിട്ടാണ് വിട്ടിട്ടത്. അപ്പോൾ അവർക്ക് തെറ്റ് പറ്റിയതായിരിക്കില്ല എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് അവർ പറയുന്നത് ഒരു രക്ഷയില്ല, നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഇത് ലഗേജ് എടുക്കുന്ന മാത്രമല്ല പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇനി നമ്മൾ വിചാരിച്ച പ്ലാനൊന്നും നടക്കില്ല. ഇത്രയും ലഗേജ് കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് കറങ്ങാൻ പോവുക. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് വണ്ടി പിടിച്ചിട്ട് വേണം അടുത്ത ടെർമിനലിലേക്ക് പോകാൻ. അപ്പോൾ എല്ലാം കൂടി ഒരു ബുദ്ധിമുട്ടായി. അവിടെയാണ് എക്സിറ്റ്. ഇവിടെ ഇനി ചെക്കിങ്ങും കാര്യമൊന്നുമില്ല, ഒറ്റപ്പോക്കം.
അങ്ങനെ ഞങ്ങൾ ടെർമിനൽ 1 നിന്ന് ഇറങ്ങി ടെർമിനൽ 2ലേക്ക്. അങ്ങനെ ലഗേജ് നോക്കാൻ കുറേ വണ്ടിയൊക്കെ നോക്കി. കാരണം കുറച്ച് ലഗേജ് ഉണ്ടല്ലോ, ഞങ്ങളെ 3 പേരെ ലഗേജും ഉണ്ടല്ലോ. അപ്പോൾ ചെറിയ വണ്ടിയിലൊന്നും കൊള്ളില്ല. പക്ഷേ അവിടെ വലിയ വണ്ടിയൊന്നും കിട്ടിയില്ല. അങ്ങനെ അവസാനം ഒരു ഡ്രൈവർ വന്നിട്ട് അവരെ വണ്ടിയിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ വണ്ടിയിലേക്ക് വിളിച്ചു വരുത്തി. എനിക്ക് തീരെ ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം മുകളിലൊക്കെ പെട്ടി വെക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഇനി ഇത് നിലത്ത് വീണിട്ട് എടുക്കേണ്ടി വരുമോ? കാരണം ഇങ്ങനെ കിട്ടുന്നൊന്നുമില്ല, അവർ ജസ്റ്റ് വെക്കുന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതിനൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. പക്ഷെ നമുക്കിത് ഫസ്റ്റ് അനുഭവം ആയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇച്ചിരി ടെൻഷനോട് കൂടി നമ്മൾ യാത്ര ടെർമിനൽ 2ലേക്ക്. പക്ഷെ നല്ല ഡ്രൈവറായിരുന്നു. അവരെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ഞങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ചാണ്. വിനോദിന് അത്ര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വിചാരിക്കുന്നതായിരുന്നു ഇങ്ങനെ. കാരണം ആദ്യമേ ബുദ്ധിമുട്ടി നമ്മൾ എയർപോർട്ടിൽ നിന്ന്. കാരണം ഇതുവരെ ഇല്ലാതെ, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ കഴിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ ടെർമിനൽ 1 നോക്കിയപ്പോൾ ആ ഒരു ലഗേജൊക്കെ കിട്ടുന്ന ഭാഗത്ത് അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് എന്നല്ല, ചെറിയ ഒരു ഫുഡ് കോർട്ടൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ടെർമിനൽ 2 കഴിക്കാം, അതിലിടയ്ക്ക് നമ്മളെ പ്ലാൻ എവിടെയും കറങ്ങാം, അതിനടുത്തുള്ള റെസ്റ്റോറൻറ്റ് എവിടെയും കിട്ടും കാണാമെന്നൊക്കെ ആയിരുന്നില്ലേ. പിന്നെ ഇതൊന്നും ഇല്ലയെന്ന് കേട്ടപ്പോൾ എന്ന് ചോദിച്ച് നേരെ ഇനി ടെർമിനൽ 2ലേക്ക് പോവാം. അപ്പോൾ അവിടെ കുറേ സമയം ഇരിക്കണമല്ലോ, അന്നേരം ഫുഡ് കഴിക്കാമെന്നൊക്കെയുള്ള പ്ലാനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ്, ഇങ്ങനെ തന്നെയാണോ ഇനി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മാത്രമാണോ ഇങ്ങനെ ലഗേജ് മാറ്റാത്ത പ്രശ്നം വരുന്നത്? അല്ല, പിന്നെ ടെർമിനൽ 1 നിന്ന് ടെർമിനൽ 2 പോകുമ്പം ഏത് എയർലൈൻസിലാണെങ്കിലും നമ്മൾ തന്നെ ലഗേജ് കൊണ്ടുപോകണോ എന്നുള്ളത് ഇതുവരെയായിട്ടും അറിയുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അതിനെപ്പറ്റിയിട്ട് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്കിതേ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന്? കാരണം ഞാനിപ്പം കുറേ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ നമ്മളെ സോഷ്യൽ മീഡിയ തന്നെ ഒരാൾ സംശയം ചോദിക്കുന്നതാണ്, ലഗേജ് ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണോ, അവർ ട്രാൻസ്ഫർ ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നവർക്കൊക്കെ, ട്രിവാൻഡ്രം അല്ല, ബോംബെയും ചെന്നൈയിൽ നിന്നൊക്കെ വന്നവർക്ക് എയർലൈൻസുകാർ തന്നെ ലഗേജ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ഇതാണോ ഇനി ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ റൂളാണോ എന്ന് അറിയുന്നില്ല. ബൈ ചാൻസ് അതിനാർക്കെങ്കിലും അറിയെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് തരണേ. എന്നാൽ പിന്നെ നമുക്കും ഐഡിയ കിട്ടുമല്ലോ ഇങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ടെർമിനൽ 2ലെത്തി. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ പോകുന്ന ടെർമിനൽ 2ൽ. അപ്പോൾ ടെർമിനൽ 1 നിന്ന് ടെർമിനൽ 2ലേക്ക് ഒരു 500 റുപ്പീസിൻ്റെ ചാർജാണ് അവരെടുക്കുന്നത്. അപ്പോൾ വണ്ടിക്കനുസരിച്ചായിരിക്കും ഇതുള്ളത്. അപ്പോൾ ഞങ്ങളോട് 500 വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങളെ അടുത്ത ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം ഇതുവരെയായിട്ടൊന്നും കഴിച്ചില്ല, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പം എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാലേ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ചെക്കിങ് കഴിയണമെങ്കിൽ ഗേറ്റ് ചെക്കിങ് തുടങ്ങണമെങ്കിൽ തന്നെ 2 മണിയൊക്കെ ആവും. കാരണം 5 മണിക്കാണല്ലോ ഫ്ലൈറ്റ്. അപ്പോൾ പിന്നെ ഇപ്പം ഏകദേശം 10 മണി അങ്ങനെയല്ലേ ആയിരുന്നുള്ളൂ. അപ്പോൾ ആ ടൈം വരെ നമുക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്തൊരു റെസ്റ്റോറൻറ്റ് എന്ന് കണ്ടപ്പോൾ വിനോട്ടം പോയി നോക്കാം. കാരണം ഈ ലഗേജും കൊണ്ട് നമുക്ക് നടക്കൽ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അങ്ങനെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയ 2 ഷോപ്പ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ നല്ല മസാല ദോശയോ പൂരിയോ ഒക്കെ കഴിക്കാൻ വിചാരിച്ചാൽ എൻ്റെ മുമ്പിലേക്ക് എനിക്ക് കിട്ടിയത് പപ്സാണ്. കാരണം വേറെ ഒന്നുമില്ല അവിടെ. പപ്സും ബന്ന് സാൻഡ്വിച്ച് ഇതുപോലത്തുള്ള സാധനങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു വെജിറ്റബിൾ സാൻഡ്വിച്ചും ഓർഡർ ചെയ്തു. സാൻഡ്വിച്ചല്ല, പപ്സും സാൻഡ്വിച്ച് എല്ലാം കൂടി ഒരു സംഭവം. ഇവർ ഒരു നോൺ വെജ് സാൻഡ്വിച്ചും ഓർഡർ ചെയ്തു. 2 കോഫിയും. അതാണ് രാവിലെ തന്നെ കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുമ്പോൾ അടുത്ത പരിപാടി. കാരണം നമ്മളെ ഫ്ലൈറ്റ് വൈകുന്നേരം 5 മണിക്കായതുകൊണ്ട് ഇപ്പോഴേ ഞങ്ങൾ അകത്തേക്ക് കയറ്റില്ല എന്ന് അവിടുന്ന് സെക്യൂരിറ്റി പറയുകയും ചെയ്തു. സെക്യൂരിറ്റി അല്ല, പോലീസ് തന്നെ. അപ്പോൾ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല, നമ്മൾ പുറത്തിരുന്നു. ചെറിയ ചൂടും വെയിലൊക്കെ ഉണ്ടായിരുന്നു. എയർപോർട്ടിലൊക്കെ AC നല്ല തണുത്ത് വിറക്കുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഫുൾ സ്ലീവൊക്കെ ഇട്ട് വന്നതാണ്. പക്ഷേ എന്താ പറയണ്ടേ, ഇപ്രാവശ്യത്തെ വരവ് 8ൻ്റെ പണീൻ്റെ വരവായിപ്പോയി എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഇരുന്നു. ലാസ്റ്റ് ഒരു 11:30 ഒക്കെ ആകുമ്പം ഓപ്പണായി. അങ്ങനെ
ഉദ്യോഗസ്ഥൻ വന്ന് ഓപ്പണായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. നല്ല നമുക്ക് കുറേ വെയിലും കുറേ ചൂടും എടുത്തിട്ട് ലാസ്റ്റ് തണുപ്പത്ത് നല്ല സുഖം വന്നു. ആ ക്ഷീണം പിടിച്ച് ഇനിയും ഇരിക്കണം 5 മണി വരെ. ഇപ്പോൾ സമയത്തരായ 11:30. അയ്യോ കാലെല്ലാം നീട്ടി വെച്ചിരിക്കട്ടെ. നേരത്തെ കപ്പ ആ ഫോണിലേക്ക് പപ്പക്ക് കൊടുത്തോ ഫോണ്. വിശന്ന് വലഞ്ഞ് കരിഞ്ഞിരിക്കും. ഇവക്ക് ഇത്ര സമയം വിശന്നില്ലേ? ഇവിടെ ബിരിയാണി ഉണ്ട് കേട്ടോ. ഇവക്ക് വിശന്നു. നീ ഇപ്പം പറഞ്ഞില്ലേ ഇപ്പം വിശക്കുന്നുണ്ട്? തൈര് മാത്രമേ ഉള്ളൂ. എത്ര പപ്പടവും ഇല്ലല്ലോ. അച്ചാറും 350 രൂപ. അങ്ങനെ ഇരുന്നിരുന്ന് നമ്മളെ ടൈമായി ഏകദേശം. അപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറിയത്. സമയം ഏകദേശം 3 മണി അങ്ങനെയായി. അപ്പോൾ നല്ല മീൽസൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ടാണ് ഇവിടെ കയറിയത്. പക്ഷേ നോക്കുമ്പോൾ ഇവിടെ മീൽസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് മൊത്തം നിരാശയാണ്. രാവിലെ മസാല ദോശ കഴിക്കാൻ വിചാരിച്ച എനിക്ക് സാൻഡ്വിച്ചാണ് കിട്ടിയത്. മീൽസ് കഴിക്കാൻ വിചാരിച്ച എനിക്ക് വെജിറ്റബിൾ ബിരിയാണി. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ചിക്കൻ ബിരിയാണിയും 2 വെജിറ്റബിൾ ബിരിയാണി അവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ അത് പോരട്ടെ. അങ്ങനെ പൈങ്കിളിക്ക് ചിക്കൻ ബിരിയാണി ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണി വാങ്ങിച്ച്. പക്ഷേ അതിൻ്റെ കൂടെ പൈങ്കിളിക്ക് സലാഡൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് സലാഡ് ഉണ്ടായിരുന്നു, പക്ഷേ പപ്പടം പോട്ടെ പിന്നെ അച്ചാറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ വിശപ്പിന് കഴിക്കാം. അങ്ങനെ ഒരു ബിരിയാണിയും കഴിച്ചു. അങ്ങനെ ഫുഡും കഴിച്ച് ഗേറ്റ് ലക്ഷ്യമാക്കി നടക്കുന്നു. നമ്മളെ ഗേറ്റ് 6 ആണ്. ഇനി ഏകദേശം അത്രയേ സമയമുള്ളൂ. കാരണം 5 o'clockനാണ് ഫ്ലൈറ്റ്. അപ്പോൾ 4:30 ഒക്കെ ആകുമ്പം അവർ ഗേറ്റ് ഓപ്പൺ ആക്കും. ആ ഒരു വിശ്വാസത്തിൽ ഇനി ലേറ്റൊന്നും ആവില്ല, ഇനി ബുദ്ധിമുട്ടൊന്നും വേറെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഗേറ്റ് ലക്ഷ്യമാക്കി നടക്കുവാണ്. ഇരുടായി 5 മണിയാകുമ്പോൾ നല്ല ഇരുടായ പോലെയുണ്ട്. അതിന് ശേഷം എനിക്ക് വിൻഡോ സൈഡിൽ സീറ്റ് കിട്ടി. സൈഡിൽ കിടന്നാൽ മതി. ഇപ്പം തന്നെ അവൾ കിടന്നു തുടങ്ങി. അപ്പോൾ ബൈ അപ്പോൾ നമുക്ക് നിർത്താം. कैबिन में हवा का दबाव कम होने पर ऊपर बने पैनल से ऑक्सीजन मास्क अपने आप नीचे आ जाएगा। ऑक्सीजन मास्क को अपनी ओर खींचे, नाक और मुंह पर लगाएं और समान रूप से सांस लेते रहें। ऑक्सीजन मास्क लगाने के बाद बच्चों और सयात्रियों की मदद करें। आपकी लाइफ जैकेट आपकी सीट नीचे रखी गई है। यदि विमान को पानी पर उतारना पड़े तो लाइफ जैकेट को सिर के ऊपर അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് കൃത്യസമയം തന്നെ ടേക്ക് ഓഫ് ചെയ്തു. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഉള്ളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ദുബായിലെത്തി. ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ എത്തി. വേറെ രാവിലെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രമായിരുന്നു. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. കാരണം ഇങ്ങനത്തെ അനുഭവം ആർക്കൊക്കെ ഉണ്ടെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ ആരും കൊണ്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളും അത് ശ്രദ്ധിക്കാറില്ല. ഒരു പാട് പഠിച്ച് കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ആദ്യമേ ഇതൊക്കെ അന്വേഷിച്ചിട്ട് എടുക്കൂ എന്നുള്ളതും ഒരു തീരുമാനമായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നത്.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. കുറച്ച് റെസിപ്പി വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വല്ലപ്പോഴായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്.